നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജസി. പ്രധാന വാർത്തകൾ. അരൂർ തുറവൂർ ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ കുമ്പളങ്ങി തുറവൂർ തീരദേശ റോഡും തുറവൂർ തൈക്കാട്ടുശ്ശേരി റോഡും ടാർ ചെയ്യാൻ കളക്ടറുടെ അധ്യക്ഷതയിൽ കെ.സി. വേണുഗോപാൽ എം.പിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. മുനിസിപ്പൽ കണ്ടിജന്റ് ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുനിസിപ്പൽ ലേബർ യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. യൂണിയൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഡി ലക്ഷ്മണൻ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തിൽ ജൂൺ വരെ ജില്ലയിലെ ബാങ്കുകൾ 6,898.93 കോടി രൂപ വായ്പ നൽകിയതായി അവലോകന യോഗത്തിൽ അധികൃതർ പറഞ്ഞു. കെ.സി. വേണുഗോപാൽ എം.പി അവലോകന യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് യോഗത്തിൽ അധ്യക്ഷനായി. സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികൾ പോലും നിലപാടെടുത്തിട്ടും എന്തൊക്കെയോ ചെയ്തെന്ന് വരുത്തി തീർക്കാനുള്ള നടപടികൾ മാത്രമാണ് എ.ഡി.ജി.പി വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ചതെന്ന് എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എം.പി പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ നഗരസഭ പൂന്തോപ്പ് വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. കെ.സി. വേണുഗോപാൽ എം.പി ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭ അധ്യക്ഷ കെ.കെ. ജയമ്മ ചടങ്ങിൽ അധ്യക്ഷയായി. വാർത്തകൾ വിശദമായി. അരൂർ തുറവൂർ ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ കുമ്പളങ്ങി തുറവൂർ തീരദേശ റോഡും തുറവൂർ തൈക്കാട്ടുശ്ശേരി റോഡും ടാർ ചെയ്യാൻ കളക്ടറുടെ അധ്യക്ഷതയിൽ കെ.സി. വേണുഗോപാൽ എം.പിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അരൂർ തുറവൂർ മേഖലയിൽ നിലവിലുള്ള ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തുറവൂർ കുമ്പളങ്ങി തീരദേശ റോഡും തുറവൂർ തൈക്കാട്ടുശ്ശേരി റോഡും ഭാഗികമായി ഉടൻ ദേശീയപാത അതോറിറ്റി ടാർ ചെയ്യും. അറ്റകുറ്റപ്പണി നടത്തി കൂടുതൽ വാഹനങ്ങൾ ഇതുവഴി കടത്തിവിടും. ജില്ലയിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികൾ ചർച്ച ചെയ്യാനും നിർമ്മാണ പുരോഗതി വിലയിരുത്താനും ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ കെ.സി. വേണുഗോപാൽ എം.പിയുടെ സാന്നിധ്യത്തിൽ ജില്ലാ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ജില്ലാ പോലീസ് മേധാവി എം.പി. മോഹനചന്ദ്രൻ, ദേശീയപാത അതോറിറ്റി റീജിയണൽ ഓഫീസർ ബി.എൽ. മീണ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. തുറവൂർ അരൂർ മേഖലയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് നിലവിലുള്ള സർവീസ് റോഡുകൾ എത്രയും വേഗം ശക്തിപ്പെടുത്താനും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. തുറവൂർ കുമ്പളങ്ങി തീരദേശ റോഡിലെ 10 കിലോമീറ്ററും തൈക്കാട്ടുശ്ശേരി റോഡിൽ 5 കിലോമീറ്ററുമാണ് വാഹനഗതാഗതം സുഗമമാക്കുന്നതിന് ദേശീയപാത വിഭാഗം ടാർ ചെയ്യുക. വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതിന് പോലീസിനെയും ട്രാഫിക് മാർഷലുമാരെയും നിയോഗിക്കും. കായംകുളം ONK ജംഗ്ഷനിലെ അടിപ്പാതയുടെ ഉയരം ഏറ്റവും കുറഞ്ഞത് 4.5 മീറ്റർ ഉറപ്പുവരുത്താൻ യോഗത്തിൽ തീരുമാനിച്ചു. ഹരിപ്പാട് അമ്പലപ്പുഴ ഫ്ലൈ ഓവറുകളുടെ നീളം കൂട്ടണമെന്ന ആവശ്യമുയർന്ന പശ്ചാത്തലത്തിൽ ആർഒയുടെ നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്തും. മാരാരിക്കുളം, കളിത്തട്ട്, പൊന്നാമ്പളി എന്നിവിടങ്ങളിൽ അടിപ്പാത വേണമെന്ന ആവശ്യത്തിലും പ്രദേശത്തെ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്കൊപ്പം പരിശോധന നടത്തും. അർത്തുങ്കൽ അടിപ്പാതയുടെ നിർമ്മാണം വേഗത്തിലാക്കും. ദേശീയപാതയിൽ ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ക്രോസ് ചെയ്യുന്ന പ്രദേശങ്ങളിൽ ദേശീയപാത ഉദ്യോഗസ്ഥരും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും ചേർന്ന് പരിശോധന നടത്തി ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തും. ദേശീയപാത നിർമ്മാണ പ്രൊജക്ട് ഡയറക്ടർ പി. പ്രദീപ്, ദേശീയപാത സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടർ ദിലീപ് കുമാർ, ദേശീയപാത അതോറിറ്റി എഞ്ചിനീയർമാർ, കെ.എസ്.ഇ.ബി, വാട്ടർ അതോറിറ്റി, വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. മുനിസിപ്പൽ കണ്ടിജന്റ് ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുനിസിപ്പൽ ലേബർ യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. യൂണിയൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഡി ലക്ഷ്മണൻ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മുനിസിപ്പൽ കണ്ടിജന്റ് തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക, അരിയർ DA PF-ൽ അടയ്ക്കുക, യൂണിയന്റെ നേതൃത്വത്തിൽ അധികാരികൾക്ക് എഴുതി നൽകിയ ആവശ്യങ്ങൾ അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ലേബർ യൂണിയൻ CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ മുനിസിപ്പൽ ലേബർ യൂണിയൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഡി ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞിട്ടും ഇതുവരെ നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് മുനിസിപ്പാലിറ്റി എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മറ്റൊരു കാര്യം, ഇവിടുത്തെ കണ്ടിജന്റ് വർക്കർമാർ അവർ 82 പേര്.
അതുപോലെ തന്നെ 10-15 കൊല്ലക്കാലം ഇവിടെ ജോലി ചെയ്ത് അവസാനം അവർ കോടതിയിൽ പോയി. ആ ഹൈക്കോടതിയുടെ തീരുമാനപ്രകാരം ഹൈക്കോടതി പറഞ്ഞു ഇവരെ കൂടി കണ്ടിജന്റ് തൊഴിലാളികളുടെ ലിസ്റ്റിൽ എടുത്തിട്ടുണ്ട്, അവരെ കൂടി സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ട നിലപാടുകൾ സ്വീകരിക്കുന്നത് കോടതിയുടെ ശരിയാണ്. അങ്ങനെ 82-ഉം 5-ഉം 87 തൊഴിലാളികളുടെ പ്രശ്നമാണ്. യൂണിയൻ ജില്ലാ ഉപാധ്യക്ഷൻ MR രഞ്ജിത്ത് ധർണയിൽ അധ്യക്ഷനായി. യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി NS റോബർട്ട്, ജോയിന്റ് സെക്രട്ടറിമാരായ BK നാസറുദ്ദീൻ, D വിൻസെന്റ്, തങ്കച്ചി ദിവാകരൻ, Y അലക്സാണ്ടർ തുടങ്ങിയവർ സംസാരിച്ചു. നേരത്തെ ആലപ്പുഴ ടൗൺ ഹാളിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ചിന് കലാം, ശിവക്കുട്ടൻ, ജോഷി, ശാന്തിലാൽ, ജോർജ് എന്നിവർ നേതൃത്വം നൽകി. 2024-25 സാമ്പത്തിക വർഷത്തിൽ ജൂൺ വരെ ജില്ലയിലെ ബാങ്കുകൾ 6898.93 കോടി രൂപ വായ്പ നൽകിയതായി അവലോകന യോഗത്തിൽ അധികൃതർ പറഞ്ഞു. KC വേണുഗോപാൽ MP അവലോകന യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് യോഗത്തിൽ അധ്യക്ഷനായി. 2024-25 സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെ ജില്ലയിലെ ബാങ്കുകൾ 6898.93 കോടി രൂപ വായ്പയായി നൽകിയതായി അധികൃതർ അവലോകന യോഗത്തിൽ വ്യക്തമാക്കി. ലീഡ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ചുങ്കം സംസ്ഥാന കയർ മെഷീനറി മാനുഫാക്ചറിംഗ് കമ്പനി ഹാളിൽ സംഘടിപ്പിച്ച ജില്ലാതല ബാങ്കിംഗ് അവലോകന യോഗത്തിലാണ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ കൂടിയ ജില്ലാതല അവലോകന യോഗം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ MSME ഉള്ള ജില്ലയാണ്. കയർ, കൈത്തറി, അതുപോലെയുള്ള പരമ്പരാഗത വ്യവസായങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു ജില്ലയാണ്. അപ്പോൾ നമ്മുടെ ഈ മുദ്രാ ലോൺ പോലെയുള്ള ലോൺ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് പരമ്പരാഗത മേഖലയിൽ ശക്തിപ്പെടുത്താനായിട്ടുള്ള ഇനീഷ്യേറ്റീവ് നടക്കുന്നത്? മുദ്രാ ലോൺ കൊടുക്കുന്നുണ്ടെന്നുള്ളത് ബേസിക്കലായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ ലോണിന്റെ ഇമ്പാക്ട് എന്താണ് എന്നുള്ളത് ലീഡ് ബാങ്ക് സ്റ്റഡി ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. എങ്ങനെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഡിസ്ട്രസ് ചെയ്ത ഏരിയ ഇപ്പോഴാണ് MSME സെക്ടറാണ്. ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ GST റിലേറ്റഡ് ഇഷ്യൂസ് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ഏതാണ്? MSME ആണ്. പക്ഷെ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രി ഏതാണ്? അതും MSME ആണ്. ഈ സാമ്പത്തിക വർഷം 20,000 കോടി രൂപയാണ് ജില്ലയിൽ വായ്പയായി നൽകാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഏപ്രിൽ-ജൂൺ കാലയളവിൽ വാർഷിക ബജറ്റിന്റെ 34.49% കൈവരിക്കാൻ ജില്ലയ്ക്കായി. ബാങ്കുകളിലെ മൊത്തം നിക്ഷേപം 50,706 കോടി രൂപയും വായ്പ 29,043 കോടി രൂപയുമാണ്. 57.28% CD റേഷ്യോ. മുൻഗണനാ മേഖലകൾ അഥവാ പ്രയോറിറ്റി സെക്ടറുകൾക്ക് 5,014.94 കോടി രൂപയാണ് നൽകിയത്. വാർഷിക ബജറ്റിന്റെ 35.97%. വിദ്യാഭ്യാസ വായ്പയായി 726 അക്കൗണ്ടുകളിലൂടെ 43.54 കോടി രൂപ നൽകി. ഭവന വായ്പയായി 5,901 പേർക്ക് 279.28 കോടി രൂപയും മുദ്ര PMMY ലോണായി 26,107 പേർക്ക് 267.87 കോടി രൂപയും വായ്പയായി നൽകി. കാർഷിക മേഖലയിൽ 3,074.22 കോടി രൂപ നൽകിക്കൊണ്ട് 32% ലക്ഷ്യം കൈവരിച്ചു. മുൻഗണനേതര മേഖലകൾ അഥവാ നോൺ പ്രയോറിറ്റി സെക്ടറിന് 1,893.99 കോടി രൂപയാണ് നൽകിയത്. വാർഷിക ബജറ്റിന്റെ 31.11%. 1,656 ഗ്രൂപ്പുകളിലായി 132 കോടി രൂപ SHG വായ്പയായി വിതരണം ചെയ്തു. വ്യവസായ മേഖലയിൽ 1,821.83 കോടി രൂപ വിതരണം ചെയ്തു. ഇത് വാർഷിക ബജറ്റിന്റെ 53.2%. ബാങ്കിംഗ് അധികൃതർ യോഗത്തെ അറിയിച്ചു. SBI റീജിയണൽ മാനേജർ TV മനോജ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ LDO മാനേജർ ശ്യാം സുന്ദർ, ലീഡ് ബാങ്ക് മാനേജർ M അരുൺ, നബാർഡ് DDM TK പ്രേംകുമാർ, ലീഡ് ബാങ്ക് ഡെപ്യൂട്ടി മാനേജർ ലളിതാംബിക, സാമ്പത്തിക സാക്ഷരതാ കൗൺസിലർമാർ, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവരും യോഗത്തിൽ സംബന്ധിച്ചു. സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികൾ പോലും നിലപാടെടുത്തിട്ടും എന്തൊക്കെയോ ചെയ്തെന്ന് വരുത്തി തീർക്കാനുള്ള നടപടികൾ മാത്രമാണ് ADGP വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ചതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം.
സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികൾ പോലും നിലപാടെടുത്തിട്ടും എന്തൊക്കെയോ ചെയ്തെന്ന് വരുത്തി തീർക്കാനുള്ള നടപടികൾ മാത്രമാണ് ADGP വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു KC വേണുഗോപാൽ. ചികിത്സിക്കാൻ ഒരു പരിപാടി അവരുടെ കയ്യിലില്ല. തൊലിപ്പുറത്തുള്ള ചികിത്സ മാത്രമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോഴും ഈ ഫാൾസ് പ്രസ്റ്റീജ് വെച്ചിട്ട് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുകയല്ല മുഖ്യമന്ത്രി ചെയ്യുന്നത്. ഇത്രയും ഗൗരവമായ വിഷയത്തിൽ സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികൾ പോലും ശക്തമായ നിലപാടെടുത്തിട്ടും പേരിൽ എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രം, ഒരു ആത്മാർത്ഥതയില്ലാതെ ചെയ്യുന്നത് നമുക്ക് വ്യക്തമായിട്ട് കണ്ട മനസ്സിലാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വ്യക്തിയെ മാറ്റുക എന്നുള്ളതല്ലല്ലോ ഇതിന്റെ പ്രധാനപ്പെട്ട ഇഷ്യൂ അത്രയും ഗൗരവമുള്ള ഇഷ്യൂ അല്ലേ? ഇത്രയും ഗൗരവമുള്ള ഇഷ്യൂ താങ്കളുടെ തന്നെ മുന്നണിയിലെ ഘടകകക്ഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇഷ്യൂവിൽ ഇങ്ങനെയാണോ സത്യത്തിൽ CPIയെ കളിയാക്കുക ചെയ്തത് എന്നാണ് എന്റെ അഭിപ്രായം. ഈ ഉത്തരവിലൂടെ ADGP വിഷയത്തിൽ സർക്കാർ ഇപ്പോൾ തൊലിപ്പുറത്തെ ചികിത്സ നടത്തുന്നത് പോലെയാണ് കാര്യങ്ങൾ നീക്കുന്നത്. വിഷയം ഏതെങ്കിലും ഒരു വ്യക്തിയെ മാറ്റുക എന്നുള്ളതല്ല, ഗൗരവമുള്ള വിഷയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ സർക്കാർ എടുത്ത നിലപാട് CPIയെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണെന്നും KC വേണുഗോപാൽ MP കൂട്ടിച്ചേർത്തു. ആലപ്പുഴ നഗരസഭ പൂന്തോപ്പ് വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. KC വേണുഗോപാൽ MP ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭ അധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷയായി. ആലപ്പുഴ നഗരസഭ പൂന്തോപ്പ് വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടെ നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. നഗരത്തിൽ 6ാമത്തെ ജനകീയ ആരോഗ്യ കേന്ദ്രമാണ് പൂന്തോപ്പിൽ പ്രവർത്തനം ആരംഭിച്ചത്. പ്രാഥമിക ചികിത്സയ്ക്കും രോഗപ്രതിരോധത്തിനും അടിസ്ഥാന ആരോഗ്യ സംരക്ഷണത്തിനും നഗരത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി പൂന്തോപ്പ് SNGS പ്രാർത്ഥനാ സമിതിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ച നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം ആലപ്പുഴ MP KC വേണുഗോപാൽ നാടിന് സമർപ്പിച്ചു. നമ്മളെ സംബന്ധിച്ച് നമുക്ക് എല്ലാത്തിനും മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ജനറൽ ആശുപത്രി ഇതൊക്കെയാണ് ആശ്രയം. അവിടെ പോകുമ്പോൾ നമുക്കറിയാം അവിടുത്തെ രോഗികളുടെ എണ്ണം അവിടെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒരു തലവേദനയും പനിയും വന്ന ആളും നേരെ പോകുന്ന മെഡിക്കൽ കോളേജിലേക്കാണ്. അപ്പൊ ഇതിന്റെ OP എണ്ണം കൂടുന്നതോടുകൂടി കാര്യമായ അസുഖം വന്ന് ചികിത്സിക്കുന്നവർക്കും കാര്യമായ അറ്റൻഷൻ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഈ ഒരു സങ്കല്പത്തിന് പുറത്താണ് നഗരങ്ങളിലൊക്കെ തന്നെ കൊച്ചു കൊച്ചു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ സാധാരണഗതിയിലുള്ള അസുഖങ്ങളൊക്കെ, വലിയ മാരകമല്ലാത്ത സാധാരണഗതിയിലുള്ള അസുഖങ്ങളൊക്കെ ചികിത്സിക്കാനും അതോടൊപ്പം നമ്മുടെ ആരോഗ്യ രംഗത്തേക്ക് വേണ്ടുന്ന പൊതുവായിട്ടുള്ള ഒരു അവബോധം സൃഷ്ടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അതിനാവശ്യമായിട്ടുള്ള സുഖകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. തുടർന്ന് നടന്ന പൊതുസമ്മേളനവും MP ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ AS കവിത, MR പ്രേം, നസീർ പുന്നക്കൽ, MG സതീദേവി, R വിനീത, പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് റീഗോ രാജു, കക്ഷി നേതാക്കളായ P രതീഷ്, സലീം മുല്ലാത്ത്, കൗൺസിലർമാരായ A ഷാനവാസ്, ഗോപിക വിജയപ്രസാദ്, P റഹിയാനത്ത്, ക്ലാരമ്മ പീറ്റർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ജമുന വർഗീസ്, NHM ജില്ലാ പ്രോഗ്രാം മാനേജർ കോശി C പണിക്കർ, ഡോക്ടർ പ്രിയദർശൻ, ഹെൽത്ത് ഓഫീസർ KP വർഗീസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പൂന്തോപ്പ് വാർഡ് കൗൺസിലർ B മെഹബൂബ് ചടങ്ങിന് നന്ദി പറഞ്ഞു. ജനറൽ OP, ലബോറട്ടറി, ജീവിതശൈലി രോഗനിർണയം, ഗർഭിണികളുടെയും കുട്ടികളുടെയും ആരോഗ്യ പരിചരണം എന്നീ ക്ലിനിക്കൽ സേവനങ്ങൾ കൂടാതെ രോഗവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യലൈസ്ഡ് ഡോക്ടറുമായി ടെലികമ്മ്യൂണിക്കേഷൻ സൗകര്യം, ഗുരുതര രോഗങ്ങൾ മുൻകൂട്ടി കണ്ടുപിടിച്ച് തുടർ ചികിത്സാ നിർദ്ദേശങ്ങളും റഫറൽ സേവനങ്ങളും ആരോഗ്യ കേന്ദ്രത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഗർഭകാല പരിചരണം സുഗമമായി നടപ്പാക്കാൻ ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള വിവിധ സേവനങ്ങൾ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ ലഭ്യമാക്കുമെന്നും അധികൃതർ പറഞ്ഞു. ഉച്ചയ്ക്ക് 1 മണി മുതൽ 7 മണി വരെ OP സമയം ക്രമീകരിച്ചിരിക്കുന്ന ക്ലിനിക്കിൽ ഒരു ഡോക്ടർ, സ്റ്റാഫ് നഴ്സ്, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, ഫാർമസിസ്റ്റ്, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർ എന്നിവരെയാണ് പ്രാഥമികഘട്ടത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. 12 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളാണ് നഗരസഭ വിവിധ വാർഡുകളിലായി ആരംഭിക്കാൻ ഒരുങ്ങുന്നത്. പൂന്തോപ്പ് വാർഡിന് പുറമെ കിടങ്ങാമ്പറമ്പ്, ഇരവുകാട്, വലിയമരം, പവർ ഹൗസ്, വഴിച്ചേരി എന്നീ കേന്ദ്രങ്ങളിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തനം വിജയകരമായി നടന്നുവരുന്നതായും അധികൃതർ സൂചിപ്പിച്ചു. തോട്ടപ്പള്ളി നാലുചിറ ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. ഓൺലൈനായിട്ടാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ H സലാം MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. കിഫ്ബി ഫണ്ടിൽ 3 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ തോട്ടപ്പള്ളി നാലുചിറ ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു.
സംസ്ഥാനത്താകെ 30 സ്കൂളുകളുടെ ഉദ്ഘാടനവും 12 സ്കൂളുകളുടെ നിർമ്മാണ ഉദ്ഘാടനവുമാണ് മുഖ്യമന്ത്രി ഓൺലൈനായി നിർവഹിച്ചത്. സ്കൂൾ അങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ എച്ച് സലാം MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഇതോടൊപ്പമുള്ള കിച്ചൺ ബ്ലോക്കിന്റെ ഉദ്ഘാടനവും എച്ച് സലാം MLA നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ് ചടങ്ങിൽ അധ്യക്ഷയായി. പുറക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VS മായാദേവി, സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് VS ജിനുരാജ്, പ്രിയ അജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം R ഉണ്ണി, പഞ്ചായത്ത് അംഗങ്ങളായ ലിനാര ജനീഷ്, D ശ്രീദേവി, DEO L പവിഴകുമാരി, AEO S സുമാദേവി, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ AG ജയകൃഷ്ണൻ, കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ M സുനിൽകുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. അരൂർ തുറവൂർ ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ കുമ്പളങ്ങി തുറവൂർ തീരദേശ റോഡും തുറവൂർ തൈക്കാട്ടുശ്ശേരി റോഡും ടാർ ചെയ്യാൻ കളക്ടറുടെ അധ്യക്ഷതയിൽ KC വേണുഗോപാൽ MPയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. മുനിസിപ്പൽ കണ്ടിജന്റ് ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുനിസിപ്പൽ ലേബർ യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. യൂണിയൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് D ലക്ഷ്മണൻ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തിൽ ജൂൺ വരെ ജില്ലയിലെ ബാങ്കുകൾ 6798.93 കോടി രൂപ വായ്പ നൽകിയതായി അവലോകന യോഗത്തിൽ അധികൃതർ പറഞ്ഞു. KC വേണുഗോപാൽ MP അവലോകന യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് യോഗത്തിൽ അധ്യക്ഷനായി. സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികൾ പോലും നിലപാടെടുത്തിട്ടും എന്തൊക്കെയോ ചെയ്തെന്ന് വരുത്തി തീർക്കാനുള്ള നടപടികൾ മാത്രമാണ് ADGP വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ചതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ നഗരസഭ പൂന്തോപ്പ് വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. KC വേണുഗോപാൽ MP ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭ അധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷയായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.